എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ IPL 2025 ഫൈനൽ മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും പഞ്ചാബ് കിങ്സും തമ്മിലായിരുന്നു. മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ 43 റൺസിന്റെ പിൻബലത്തിൽ RCB 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് നേടി. മറുപടിയായി നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബിന് 184 റൺസ് മാത്രമാണ് നേടാനായത്. ഇതോടെ RCB ഈ മത്സരം വിജയിക്കുകയും അവരുടെ ആദ്യ കിരീടം നേടുകയും 18 വർഷത്തിനു ശേഷം IPL ഫൈനൽ വിജയിച്ച് കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. മത്സരശേഷം നടന്ന സമ്മാനദാന ചടങ്ങിൽ കളിക്കാർക്കും ടീമുകൾക്കും പണത്തിന്റെ പെരുമഴയായിരുന്നു. ഇനി IPL 2025 മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാർക്ക് ഏതൊക്കെ അവാർഡുകൾ ലഭിച്ചുവെന്നും അവർക്ക് എത്ര തുക ലഭിച്ചുവെന്നും നമുക്ക് നോക്കാം. ഇതുകൂടാതെ IPLലെ വിജയിച്ച ടീമും റണ്ണർ അപ്പ് ടീമും എത്ര തുക നേടി എന്നും നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുക. അപ്പോൾ ഓരോ കളിക്കാരന്റെയും അവാർഡുകളെക്കുറിച്ചും അവർക്ക് ലഭിച്ച സമ്മാനത്തുകയെക്കുറിച്ചും നമുക്ക് ഓരോന്നായി സംസാരിക്കാം. ആദ്യമായി സീസണിലെ മികച്ച ക്യാച്ചിനുള്ള അവാർഡ് തന്റെ മികച്ച പ്രകടനത്തിന് കമിൻഡു മെൻഡിസിന് ലഭിച്ചു. അദ്ദേഹം മികച്ച ഫീൽഡിംഗ് കാഴ്ചവെച്ചു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രസീദ് കൃഷ്ണയ്ക്ക് അവരുടെ മികച്ച പ്രകടനത്തിന് പർപ്പിൾ ക്യാപ്പ് അവാർഡ് ലഭിച്ചു. ഈ സീസണിൽ 29 വിക്കറ്റുകൾ അദ്ദേഹം നേടി. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. സായി സുദർശൻ ആളുടെ മികച്ച പ്രകടനത്തിന് ഓറഞ്ച് ക്യാപ്പ് അവാർഡ് ലഭിച്ചു. ഈ സീസണിൽ 650 റൺസ് സായി നേടി. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. സൂര്യകുമാർ യാദവിന് മികച്ച പ്രകടനത്തിന് ഏറ്റവും മൂല്യവത്തായ കളിക്കാരൻ അഥവാ MVP അവാർഡ് ലഭിച്ചു. ഈ സീസണിൽ ഓൾറൗണ്ട് പ്രകടനം ആണ് സൂര്യ കാഴ്ചവെച്ചത്. ഈ അവാർഡിന് 15 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്തത് ടാറ്റ IPL 2025നായുള്ള പിച്ച് ഗ്രൗണ്ട് സ്റ്റാഫിനെ ആദരിച്ചു. അവിടെ അവർ ഗ്രൗണ്ട് മികച്ച രീതിയിൽ പരിപാലിച്ചു. ഇതിനായി അവർക്ക് 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷാങ്ക് സിംഗിന് അവരുടെ മികച്ച പ്രകടനത്തിന് മൈലോവർ സർക്കിൾ ഫാന്റസി കിങ് ഓഫ് ദി മാച്ച് അവാർഡ് നൽകി. ഫൈനലിൽ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്തത് ജിതേഷ് ശർമ്മക്ക് ആളുടെ മികച്ച പ്രകടനത്തിന് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. ജിതേഷ് വേഗത്തിൽ ബാറ്റ് ചെയ്തു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്തത് നോക്കിയാൽ ഷാങ്ക് സിംഗിന് അവരുടെ മികച്ച പ്രകടനത്തിന് സൂപ്പർ സിക്സസ് ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഷാങ്കിന് ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. ഇനി അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയൻഷ് ആര്യയ്ക്ക് അവരുടെ മികച്ച പ്രകടനത്തിന് റുബൈ ഓൺ ദി ഗോ ഫോഴ്സ് ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. പ്രിയൻഷ് ഏറ്റവും കൂടുതൽ ബൗണ്ടറികൾ നേടി. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃണാൽ പാണ്ഡ്യയ്ക്ക് മികച്ച പ്രകടനത്തിന് ടാറ്റ IPL ഗ്രീൻ ഡോട്ട് ബോൾസ് ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അതുപോലെ സായി സുദർശൻ അവരുടെ മികച്ച പ്രകടനത്തിന് എമർജിംഗ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് ലഭിച്ചു. ഒരു മികച്ച യുവ കളിക്കാരനായി സായി തിളങ്ങി. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈഭവ് സൂര്യവംശിക്ക് അവരുടെ മികച്ച പ്രകടനത്തിന് സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന് ടാറ്റ കർവ് കാർ സമ്മാനമായി ലഭിച്ചു. ഇനി അടുത്ത അവാർഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സായി സുദർശൻ അവരുടെ മികച്ച പ്രകടനത്തിന് മൈലോവർ സർക്കിൾ ഫാന്റസി കിങ് ഓഫ് ദി സീസൺ അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. നിക്കോളാസ് പൂരൻ അവരുടെ മികച്ച പ്രകടനത്തിന് ഏഞ്ചൽ 1 സൂപ്പർ സിക്സസ് ഓഫ് ദി സീസൺ അവാർഡ് നൽകി. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. മുഹമ്മദ് സിറാജിന് അവരുടെ മികച്ച പ്രകടനത്തിന് ടാറ്റ IPL ഗ്രീൻ ഡോട്ട് ബോൾസ് ഓഫ് ദി സീസൺ അവാർഡ് ലഭിച്ചു. ഈ അവാർഡിന് 1 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. കൃണാൽ പാണ്ഡ്യയ്ക്ക് അവരുടെ മികച്ച പ്രകടനത്തിന് പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. അവിടെ അവർ 4 ഓവറിൽ 17 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ നേടി. ഈ അവാർഡിന് 5 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. IPL 2025 കളിക്കാരുടെ ശമ്പളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് 20 കോടി രൂപയും രോഹിത് ശർമ്മയ്ക്ക് 16 കോടി രൂപയും ഋഷഭ് പന്തിന് 27 കോടി രൂപയും MS ധോണിക്ക് 4 കോടി രൂപയും ശ്രേയസ് അയ്യർക്ക് 2.5 കോടി രൂപയും ലഭിച്ചു. ഇനി റെക്കോർഡുകളിലേക്കും പ്രധാന വാർത്തകളിലേക്കും കടന്നാൽ ഫൈനലിൽ 18 വർഷത്തിനിടെ ആദ്യമായി വിരാട് കോഹ്ലി ഫൈനൽ വിജയിച്ചു. അതുപോലെ RCBക്ക് ട്രോഫി നേടിക്കൊടുത്ത ബംഗളൂരുവിന്റെ ആദ്യ ക്യാപ്റ്റനായി രജത് പാടിദാർ മാറി. RCB 18 വർഷത്തിനു ശേഷം ആദ്യമായി IPL കിരീടം നേടി. ഇത് ഒരു ചരിത്രപരമായ റെക്കോർഡാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തവണ 200-ൽ കൂടുതൽ റൺസ് നേടിയത് RCB ആണ്. ഇത് ഒരു പുതിയ IPL റെക്കോർഡാണ്. അപ്പോൾ ഈ വർഷം IPL 2025 കണ്ടതിനു ശേഷം IPLന് 10-ൽ എത്ര മാർക്ക് നൽകണം? നിങ്ങൾക്ക് എത്രത്തോളം ഈ സീസൺ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുവഴി ക്രിക്കറ്റിന്റെ എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ആദ്യം ലഭിക്കും. പുതിയ വിവരങ്ങളുമായി വീണ്ടും കാണാം.